പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, ഞങ്ങൾക്ക് റിപ്പോർട്ട് ടിവിക്ക് ഒരു കൊമ്പുമില്ല. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു കൊമ്പുമില്ല. രാഷ്ട്രീയ പ്രവർത്തകരെയും സമുദായ നേതാക്കളെയും ഒക്കെ വിമർശനത്തിന് അതീതരായിട്ടുള്ള ഒരാളുമല്ല. സാധാരണക്കാരായിട്ട് പൗരന്റെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്ന പൗരാവകാശം മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വിമർശനങ്ങൾ ഉണ്ടാവാം. ആ വിമർശനങ്ങളോടൊക്കെ നമ്മളും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക. അതിൽ സഹിഷ്ണുതയുമുണ്ട്. പക്ഷേ ഞങ്ങളിൽപ്പെട്ട ഒരുവനെ, മാധ്യമപ്രവർത്തകരെ, കേരളത്തിലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തീവ്രവാദി എന്ന് മുദ്രകുത്തിയാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ള ഒരു സൗമനസ്യമൊന്നും ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ആ പ്രതികരണം ഉണ്ടാവും. അതാണ് ശരത്ത് അങ്ങയോട് ചോദിച്ചത്. അതല്ലാതെ കൊമ്പുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സർ, അങ്ങേക്കും ഒരു കൊമ്പുമില്ല. അങ്ങും ഈ നാട്ടിലെ ഒരു പൗരനാണ്. ഒരു സമുദായം ഞങ്ങൾ വളരെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഇന്നും കേരള സമൂഹത്തിന്റെ നട്ടല്ലെന്ന് കരുതുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യനാണങ്ങ്. പക്ഷേ ഞങ്ങളിൽപ്പെട്ട ഒരുവനെ, മാധ്യമപ്രവർത്തകരെ, കേരളത്തിലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തീവ്രവാദി എന്ന് മുദ്രകുത്തിയാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ള ഒരു സൗമനസ്യമൊന്നും ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ആ പ്രതികരണം ഉണ്ടാവും. അതാണ് ശരത്ത് അങ്ങയോട് ചോദിച്ചത്. അതല്ലാതെ കൊമ്പുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സർ, അങ്ങേക്കും ഒരു കൊമ്പുമില്ല. അങ്ങും ഈ നാട്ടിലെ ഒരു പൗരനാണ്. ഒരു സമുദായം ഞങ്ങൾ വളരെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഇന്നും കേരള സമൂഹത്തിന്റെ നട്ടല്ലെന്ന് കരുതുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യനാണങ്ങ്. അങ്ങ് ആ നിലയിലാണോ പ്രതികരിക്കേണ്ടിയിരിക്കുന്നത് എന്ന് അങ്ങ് ഒരിക്കൽ കൂടി ഈ അഭിമുഖം, ഈ പത്രസമ്മേളനം കണ്ടതിന് ശേഷം അങ്ങ് തീരുമാനിക്കുക. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായവും ഇന്ന് വേർതിരിവില്ലാതെ, ഒരു മതിൽക്കെട്ടുമില്ലാതെ, വളരെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുമ്പോൾ മലപ്പുറത്തെ ഇകഴ്ത്തി കാണിക്കാനും ഒരു ന്യൂനപക്ഷത്തെ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടി ചില ആളുകൾ ചില യുക്തിയോടുകൂടി, അങ്ങേയറ്റത്തെ തീവ്ര വലതുപക്ഷ യുക്തിയോടുകൂടി ശ്രമിക്കുമ്പോൾ കേരളം അതിനെതിരെ പ്രതിരോധം തീർക്കും. അതാണ് കേരളത്തിന്റെ അന്തസ്സ്, കേരളത്തിന്റെ ചരിത്രം. ഇവിടെ ഓരോ മനുഷ്യനും പരസ്പരം ഇടകലർന്നു ജീവിക്കും. എൻ്റെ പ്രിയം അപരൻ്റെ പ്രിയമായി തീരുകയും സ്വകീയ പ്രിയം അപരൻ്റെ പ്രിയമായി തീരുകയും ചെയ്യുന്നതാണ് ഈ നാടിൻ്റെ കരുത്ത്. അത് പറഞ്ഞത് ഗുരു തന്നെയാണ്, ആത്മോപദേശ ശതകത്തിലാണ്. അത് അങ്ങേ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, അങ്ങിനിയും ഇത്തരത്തിലുള്ള വർഗീയ ധ്വനിയുള്ള ഇത്തരം പഴിചാരലുകൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങേക്ക് മറുപടി പറയാതെ പോകാം. അങ്ങയെ വഴി തടസ്സപ്പെടുത്തിയിട്ടല്ല. ഞങ്ങൾ ഏറ്റവും ഒടുവിലാണ് അങ്ങയുടെ ചോദ്യം ചോദിക്കാൻ എത്തുന്നത്. രണ്ട് ചോദ്യമാണ് റഹീസ് റഷീദ് ചോദിച്ചത്. ആ ചോദ്യം ഒന്നും വർഗീയമായ ചോദ്യങ്ങളെ ആയിരുന്നില്ല. താങ്കൾ പറഞ്ഞതിനോടുള്ള തുടർച്ച എന്ന നിലയിലാണ് റഹീസ് റഷീദ് ചോദിച്ചത്. പേരുകൊണ്ടും അയാൾ പ്രവർത്തിച്ച സംഘടന MSF ആയതുകൊണ്ടും അയാൾ തീവ്രവാദിയാണ് എന്ന് അങ്ങ് മുദ്രകുത്തിയത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.